പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് അലിയാണ്. ഇന്ന് എൻ്റെ കൂടെ കൂടിക്കൊള്ളിട്ടോ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ ചിരട്ട കച്ചവടം തുടങ്ങിയോന്ന്? അല്ല, അജ്മലൊക്കെ ഉണ്ട് അവിടെ. ചിരട്ട കച്ചവടം ഒന്നുമല്ല, അതൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓരോരുത്തർ കൊടുത്ത് കൂട്ടിയിട്ടതാണ്. എന്തിനാന്നല്ലേ? ഞാനിപ്പോൾ ഉള്ളത് സോഫിയ ലോഞ്ചിലാണ്, കാടപ്പടി ഓഡിറ്റോറിയത്തിൽ. ഇവിടെ അതാ ബിരിയാണിക്കുള്ള അരിയൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണേ. വളർന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ കഴുകുന്നത്, അതിൻ്റെ അപ്പുറത്ത് മസാല റെഡിയാക്കുന്നത്, അതിൻ്റെ അപ്പുറത്ത് മറ്റുള്ള കാര്യങ്ങൾ. ഇത് ബാപ്പൂസ് കിച്ചൻ്റെ ആളുകളാണ്. ചെക്കന്മാരൊക്കെ സജീവമായിട്ട് ഓരോ വർക്കുകളൊക്കെ കഴിഞ്ഞിങ്ങനെ ക്ഷീണിച്ചവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് വേറെ സ്ഥലത്താട്ടോ. ഇവർ ചെയ്യുന്നത് കോഹിനൂർ കാറ്ററിംഗ് ആണ്, മുജീബിൻ്റെ നേതൃത്വത്തിലുള്ള. നമ്മൾ മോമാക്കൊക്കെ പ്രായം അവഗണിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാന്നല്ലേ? അത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾക്കിതിൽ ബഷീറത ചിക്കന് പോണ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ എല്ലാവരും ഉണ്ട്, അവനവന് കഴിയുന്നത് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മറക്കാൻ പറ്റാത്തൊരു മുഖമാണ് കേട്ടത്. നസീം കാടപ്പടി KMCC നേതാവാണ്. ഇപ്പോൾ ഒരു 4 മാസം മുന്നേ 60,000 പൊതികളുള്ളൊരു ബിരിയാണി ചാലഞ്ച് കഴിഞ്ഞതാണ് ഞങ്ങളുടെ നാട്ടിൽ. ഇതിപ്പോൾ ഞാൻ ലീവിലെത്തിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് 30,000 പൊതിയുടെ ഇത് നടത്തുന്നത്. ഇവിടെ ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ്റെ വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയാണ് കേട്ടോ. മച്ചാനൊക്കെ കണ്ടില്ലേ ഞങ്ങൾ? എല്ലാവരും സജീവമാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഷഹനാസ് എന്ന് പറയുന്ന ഒരു സഹോദരി, 27 വയസ്സുള്ളൊരു സഹോദരി, ഉറുക്കകളും തകരാറിലായി. ഉമ്മ ഉറുക്ക കൊടുക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ മാറ്റിവെക്കണമെന്ന് നിർബന്ധം പറഞ്ഞപ്പം അപ്പോൾ അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ബിരിയാണി ചാലഞ്ച്. അപ്പോൾ 3 ദിവസം മുന്നേ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞിരുന്നു. അതിന് പുറകെ ഉള്ളതാണ് ഇത് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് ഇന്ന് ഏകദേശം 8ഓളം സ്ഥലങ്ങളിൽ ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോരോ ഓഡിറ്റോറിയങ്ങളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് 30,000 പൊതിക്കുള്ള ഭക്ഷണം നാളെ 7 മണിയാകുമ്പോൾ ഇതിന് റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അവസാനഘട്ട മിനുക്ക് പണികളിലൊക്കെയാണ് ഇവരെല്ലാവരും കൂടിയിട്ട് ചർച്ചകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന് മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഇതിന് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പിന്തുണച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും